ഹലോ ഹലോ. ഭാവി, എന്തോയ്? ഭയങ്കര ഹാപ്പിയാണോ? പിന്നെ ഹാപ്പി ആയിട്ടാണോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? കേട്ടുണ്ടാവില്ലേ? അല്ല, ബർത്ത്ഡേ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞോ? അത് കഴിഞ്ഞു. എപ്പോഴാ എത്തിയത്? കുറച്ച് നേരം. എന്നിട്ട് ഞാൻ വിളിച്ചല്ലോ, എന്നിട്ട് മെസ്സേജ് അയച്ചല്ലോ, ഒരു റിപ്ലൈ ഇല്ലായിരുന്നു, ഫോണും എടുത്തില്ല. എന്നെ പറ്റി? അത് ഞാൻ പറഞ്ഞേ, സൈലന്റ് ആയിരുന്നു പോണേ. ഞാൻ കരുതി ഇനിയിപ്പം നടന്നൊക്കെ പോയതല്ലേ, ക്ഷീണമുണ്ടോ? ചെറുതായിട്ട് ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് അപ്പേ പറഞ്ഞല്ലേ വണ്ടി വിളിച്ചിട്ട് പോകുന്നു? ഈ അല്ലേ പറഞ്ഞേ, ഞാൻ ഇനി വണ്ടി വിളിച്ചിട്ട് പോയിട്ട് വീട്ടിലുള്ളവർക്ക് ഈഗോ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വണ്ടി വിളിക്കാൻ പോയെ? അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് എല്ലാവരും വന്നോ? പിന്നെ എല്ലാരും വന്നു, ഭയങ്കര സന്തോഷമായി. കഥകളൊക്കെ പറഞ്ഞു കൊടുത്താ? പിന്നെ എല്ലാ കഥകളും പറഞ്ഞ് കുറച്ച് തള്ളുകയും ചെയ്തു. അതുണ്ടല്ലോ, അതെനിക്കറിയാം. കഥകൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതായി കുറച്ച് തള്ളിയിട്ടുണ്ടാവും. എന്തായാലും നന്നായിരിക്കട്ടെ. ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല. നോക്ക്, ലിസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ഇതുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. എൻ്റെ കീശ എങ്ങനെ കാലിയാക്കാന്നുള്ള പരിപാടി ആയിരിക്കും അത്. അത് നന്നായി കേസ് തരാവാവും. പറയട്ടെ? പറയ്, കേൾക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. അത് കുറെ കാലം കൊണ്ട് പറഞ്ഞു പറ്റിക്കുന്നതല്ലേ. പേടിയാന്ന് പറഞ്ഞിട്ട് ദേശിക്കും. ഈ വരാത്തല്ലേ, പേടിയാന്ന് പറഞ്ഞിരിക്കുന്നോണ്ടല്ലേ. അതെ, ഇനി വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ എനിക്ക് പേടിയുണ്ടാവില്ല. അതിനിപ്പോ വരുമ്പോ നമുക്ക് ആലോചിക്കാൻ നേരം. അപ്പൊ പറഞ്ഞ പോരെ. ഇനിയിപ്പോ അടുത്തൊന്നും ഇല്ലല്ലോ? അടുത്തൊന്നുമില്ലേ? അല്ല, അടുത്തൊന്നും പ്രോഗ്രാം ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചതാ മോളെ. അങ്ങനെ ഞാൻ വിചാരിച്ചേ ഇനി അടുത്തൊന്നും വരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങ് വന്നെന്ന് പറയാം, വന്നില്ലെങ്കിൽ വന്നില്ലെന്നും പറയാം. അങ്ങനെ പറയാൻ വേണ്ട. പിന്നെ എന്തേലും വരുമല്ലോ, പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ? ഉള്ള കാലം മൊത്തം ഇവിടെ തന്നെ തീർക്കാൻ പറ്റുമോ? എൻ്റെ അടുത്തും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ഈഗോ അടിക്കൂല എൻ്റെ അടുത്ത്? അങ്ങനെയൊന്നും വിചാരിക്കണ്ടല്ലേ എങ്ങക്ക്? അങ്ങനെയുള്ള വിചാരം ഉണ്ടായോണ്ടല്ലേ പൊന്നുമോളെ പറഞ്ഞത് എന്നോട്. ആയിക്കോട്ടെ. എന്തേ എന്നെ ആക്കിയതാന്ന് തോന്നല്ലോ. അത് കേൾക്കുമ്പോ തന്നെ അറിയാം എൻ്റെ പൊന്നാര മോളെ, എൻ്റെ മനസ്സിലിരിക്കും. ഞാൻ എന്നെ ഇന്നലെയാണോ കാണാൻ തുടങ്ങിയത്? കാലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെയാ. എന്നെ കളിയാക്കുമ്പോ ഒരു പ്രത്യേക മനസ്സുകാരില്ല എനിക്ക്. എനിക്ക് അതിലും വലുതാ കിട്ടണേ. കളിയാക്കുമ്പോ അല്ല, എന്നെ നോക്കി ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ അപ്പൊ ഒരു വല്ലാത്ത മനസ്സുഖാ കിട്ടണേ. എന്തേ കളിയാക്കാൻ പാടില്ലേ? എനിക്ക് ആക്കാമോ? എനിക്ക് ആക്കാൻ്റെ വീട്ടിയാണല്ലേ. ആയിക്കോട്ടെ, എന്നാല് ഞാൻ ഇനി കളിയാക്കൂല. ഈയും കളിയാക്കില്ല? ഞാൻ കളിയാക്കും. ഞാനും എങ്കിൽ പിന്നെ കളിയാക്കും. പിന്നെ ഞാൻ നോക്കിയിരിക്കാൻ പോവാ എൻ്റെ കളിയാക്കം കേട്ടിട്ട്. നല്ല മനസ്സിലിരിപ്പല്ലേ എല്ലാം. പിന്നെ സ്വന്തമായിട്ടല്ല, മറ്റുള്ളവർ ചെയ്താൽ അത് കുറ്റം. കൊള്ളാം മോളെ.